ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി ക്ഷേത്രങ്ങൾ പിടിക്കാൻ വിശ്വാസികളെ വശത്താക്കാൻ CPM പുതിയ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാന തല ചുമതല നൽകിയിരിക്കുന്നത് പി ജയരാജനും. ഇതിനകത്ത് CPM ചില പാഠങ്ങൾ പഠിച്ചു. ഹിന്ദു വോട്ടാണ് CPMന്റെ വോട്ട് ബാങ്ക് എന്നവർ തിരിച്ചറിഞ്ഞു. മറ്റാരും കൂടെ നിൽക്കുന്നില്ല എന്നും BJPക്ക് 3 സീറ്റ് കിട്ടിയതോടെ CPM വളരെയധികം പതറിയിരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൂടി വേണം എന്നുള്ളതാണ് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകളുടെ ആഗ്രഹം. എങ്ങനെയാണ് സാർ പ്രതികരിക്കുന്നത്? ഇത് 48 കൽക്കട്ട തിസീസിന് ശേഷം 48 കൽക്കട്ട തിസീസിലാണ് സായുധ വിപ്ലവം. അതിന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചില്ല. സ്വാതന്ത്ര്യ ദിനത്തെ അവർ കരിദിനമായിട്ട് ആചരിച്ചു. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപകമായ രീതിയിൽ പാർട്ടി ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു. കാരണം ഒരു രാജ്യം അതിൻ്റെ ഐതിഹാസികമായൊരു സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം നേടി പിച്ച വെച്ച് വരുമ്പോഴേക്കും ആ രാജ്യം തകർക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് കൽക്കട്ട തിസീസ് ഉണ്ടാക്കിയത്. BT രണദിവേ. ആ തിസീസ് പിന്നെ പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 52 വന്ന സമയത്ത് അപ്പോൾ ഉണ്ടാക്കിയ ഒരു സംവിധാനം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഓരോ സമുദായ സംഘടനയെയും പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ നേതാക്കളെ വീണ്ടും NSSലേക്കൊക്കെ വിട്ടു. അങ്ങനെ NSS പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ട നേതാവിൻ്റെ പേരാണ് MN ഗോവിന്ദൻ നായർ. അതിനാണ് P ഗംഗാധരനെയും പ്രധാനമായിട്ടും SNDP പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ടത്. P ഗംഗാധരൻ, TK രാമകൃഷ്ണൻ, R സുഗതൻ, ഇവരെ 3 പേരെയാണ് SNDP പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ടത്. PK ചാത്തൻ മാഷ് അടക്കമുള്ള ഒരു വലിയ സെറ്റിനെ ഷെഡ്യൂൾ കാസ്റ്റുകളെ പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ടു. ഇങ്ങനെ ഹൈന്ദവ സമുദായ സംഘടനകളെ പിടിച്ചെടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പേരെ വെച്ചിരുന്നു. പക്ഷേ പലരും തിരിച്ചു വന്നത് പാർട്ടിയുടെ സംഘടനയുടെ താല്പര്യം പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊരു വൈരുദ്ധ്യവും കൂടി അതിലുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ശരിയാണ്, അത് EMS നടത്തിയൊരു വലിയ നീക്കം തന്നെയായിരുന്നു. ആ നീക്കം വലിയ രീതിയിൽ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ 57 തെരഞ്ഞെടുപ്പിൽ 52 തെരഞ്ഞെടുപ്പിലൊക്കെ ക്ലച്ച് പിടിക്കാതെ പോയ പാർട്ടി 57 തെരഞ്ഞെടുപ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തിന് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് വരുന്ന ആ തെരഞ്ഞെടുപ്പ് ഹിന്ദു ഏകീകരണം കൊണ്ടുണ്ടായതാണ്. ആ ഹിന്ദു ഏകീകരണം ഉണ്ടാകാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, 52 ശബരിമല തീവെപ്പ് കേസ് ഉണ്ടാക്കിയ വലിയൊരു വികാരം ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും വലിയ വികാരമായിരുന്നു. മലബാർ കലാപത്തിൻ്റെ അവക്ഷിപ്തങ്ങൾ നിലനിന്നിരുന്നത് കൊണ്ട് മലബാറിൽ ഒരു ആൻറ്റി മുസ്ലിം വികാരം ഹിന്ദുക്കൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ക്രൈസ്തവരായിരുന്നു ഇവിടെ ഇതിൻ്റെ നേതൃത്വം നൽകിയതെങ്കിൽ അവിടെ മുസ്ലിങ്ങളായിരുന്നു. കോൺഗ്രസ് അന്ന് നിന്നത് ഈ 2 വിഭാഗത്തിൻ്റെയും കൂടെയാണ്, ഹിന്ദുക്കളുടെ കൂടെ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു കൺസോളിഡേഷൻ അന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികളാവുക, എല്ലാ ക്ഷേത്രങ്ങളുടെയും പോയിട്ട് കലാപ്രവർത്തനങ്ങൾ നടത്തുക, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തത്. കാരണം ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പോൾ ഇത് ഉത്സവത്തോടനുബന്ധിച്ചല്ലേ കഥകളി ഉള്ളത്, ഉത്സവത്തോടനുബന്ധിച്ചല്ലേ കഥാപ്രസംഗം ഉള്ളത്, ഉത്സവത്തോടനുബന്ധിച്ചല്ലേ ഇത് നാടകമുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ സംരംഭം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിയുന്നത്ര സ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ സമുദായത്തിൻ്റെ അമ്പലത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാവുമല്ലോ, ആ ഉത്സവ നടത്തിപ്പിൽ ഇവർ പങ്കെടുക്കണം എന്നായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്പിസ്വാമി ആയിരുന്നു. അപ്പിസ്വാമി പെരിയ സ്വാമിയും കൂടിയായിരുന്നു. ശബരിമല കൊണ്ടുപോകുന്ന പുള്ളിയുമായിരുന്നു എല്ലാവരെയും. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ വന്ന് അങ്ങനെയാണ് EMS ഒരു കാര്യം ഉന്നയിച്ചത്. എന്താണെന്നറിയാമോ? അതുകൊണ്ട് EMSൻ്റെ എല്ലാ പ്രസംഗങ്ങളും അവസാനിക്കുന്നു. അതുകൊണ്ട് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഇതായിരുന്നു EMSൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും. അങ്ങനെ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, വോട്ട് ചെയ്തു.
അങ്ങനെയാണ് 57 ജയിച്ചത്. അന്ന് തുടങ്ങി ഹിന്ദു കൺസോളിഡേഷൻ്റെ ഹിന്ദു പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നത്. പിണറായി വിജയൻ അത് അച്യുതാനന്ദൻ ജയിക്കുമ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. പിണറായി വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് അതിന് വേറൊരു രൂപം വന്നു. അതെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഒരു ഭാഗത്ത് വലിയ ശ്രമം നടത്തി, ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാനും ശ്രമം നടത്തി. അപ്പോൾ ഇവർ രണ്ടുപേരെയും പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ കഴിയുന്നത്ര അവഹേളിക്കാനുള്ള ശ്രമം അത് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമായിരുന്നു ശബരിമലയിൽ മനീതി സംഘത്തെ കയറ്റി ശബരിമലയുടെ ആചാരലംഘനം നടത്തുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ നവോത്ഥാന ഇത് നടത്തി. മുസ്ലിം സ്ത്രീകൾ അതിനകത്ത് വനിതാ മതിൽ സ്വീകരിച്ച് ധാരാളം മുസ്ലിം സ്ത്രീകൾ അതിനകത്ത് പങ്കെടുത്ത്. അപ്പോൾ പിണറായിയും സംഘവും വിസ്മരിച്ചൊരു കാര്യമുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ സമുദായത്തിനകത്ത് സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യം അവർക്ക് അവരുടെ സമുദായത്തിനകത്ത് ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവിടെ സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞത്, സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ ഹിന്ദുക്കളിൽ നിന്ന് പാടെ അകന്നു പോയി എന്നുള്ളൊരു വസ്തുതയുണ്ട്. ആ അകന്നു പോയ ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ അതിനെന്താ മാർഗം എന്ന് ചോദിച്ചാൽ വീണ്ടും 52-ലൊക്കെ അവലംബിച്ച അതേ മാർഗം ഇപ്പോഴും അവലംബിക്കുകയാണ്. എന്താണ്? ഈ മുമ്പ് സമുദായ സംഘടനകളെ പിടിക്കാതെ പറ്റില്ല. ക്ഷേത്രങ്ങളിൽ മഹാഭൂരിപക്ഷവും മാനേജ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ കുറവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അതല്ല, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെക്കാൾ വലിയ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ മാനേജ് ചെയ്യുന്നത് സമുദായ സംഘടനകളാണ്. അപ്പോൾ സമുദായ സംഘടനാ നേതാക്കളെ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ചുരുക്കം. ഇനി ഇത് വിജയിക്കുമോ എന്നുള്ളതാണ്. വിജയിക്കാൻ വലിയ പ്രയാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലം കഴിഞ്ഞ്, ആ മെത്തേഡ് കഴിഞ്ഞ്. പിന്നെ ഇത് ആരെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ വെട്ടുകൊണ്ട ജയരാജൻ. വെട്ടുകൊണ്ട ജയരാജനെയാണ് ഇപ്പോൾ ഇത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വെട്ടുകൊണ്ട ജയരാജനാണെങ്കിൽ എ ക്ലാസ് കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ എ ക്ലാസ് കമ്മ്യൂണിസ്റ്റായിട്ടുള്ള വെട്ടുകൊണ്ട ജയരാജന് അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ തന്നെ പല പ്രയാസങ്ങളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ആചാര്യനായ പിണറായി വിജയൻ ചോദിച്ച ഈ വിളക്കിനപ്പുറത്താണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച രീതിയിൽ ചോദിക്കേണ്ടി വരും. കാരണം ഇവർക്ക് ഒന്നും പരിചയമില്ല. അപ്പോൾ ഈ ഒരു യത്നം ഒരു പാഴ്വേലയായിട്ട് തീരും എന്ന് മാത്രമല്ല, ഹിന്ദുക്കളും പോകും, ഹിന്ദുക്കളല്ലാത്തവരും പാർട്ടിയിൽ നിന്ന് പോകും. ഈ മുങ്ങിച്ചാകാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിൽ പിടിക്കുന്ന രീതിയിലുള്ളൊരു കച്ചിത്തുരുമ്പായിട്ട് വീണ്ടും ഹിന്ദുക്കളിലേക്ക് തിരിച്ചു വരുന്നതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.